സ്ത്രീകളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്റ്റോറികൾ ഇപ്പൊ കൂടുതൽ വരുന്നുണ്ട്. അതായത് വിമൻ എംപവർമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറെ അധികം സ്റ്റോറികൾ വരുന്നുണ്ട്. ആ ഒരു രീതിക്ക് കണക്കൂട്ടി എഴുതിയതായിരുന്നു. അല്ലെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോ ഇതിൽ ഈ സ്ക്രിപ്റ്റില് എന്തെങ്കിലും ഒരു അനുഭവം ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും തേച്ചിട്ട് പോയ അനുഭവമാണ് ഇതിലേക്ക് ഒരുമിച്ചങ്ങ് ചോദിച്ചതാ. എഴുതിയെടുക്കാൻ അങ്ങനെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ലേഡി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ അങ്ങനെ വരില്ലല്ലോ. ഇവരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല. നമുക്ക് ഒരു ആദ്യം കഥ ഉണ്ടാവാനുള്ള കാരണം ചോദ്യങ്ങൾ ചോദിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്കിപ്പം സ്ത്രീ കഥാപാത്രങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള സിനിമകളൊക്കെ വളരെ കുറവാണല്ലോ. അപ്പം ഇവർക്ക് നല്ല കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് പിടിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇത് നമുക്ക് ഈ ത്രെഡ് കിട്ടി കഴിഞ്ഞ ശേഷം ഉണ്ടായ ഇൻട്രസ്റ്റ് പുറത്ത് എഴുതിയതുമാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് പേഴ്സണൽ ലൈഫിൽ നിന്നും എന്തെങ്കിലും ഈ സ്ക്രിപ്റ്റില് ഉണ്ടോ? അതായത് ആരെങ്കിലും തേച്ചിട്ട് പോയ അനുഭവമോ? പേഴ്സണൽ ലൈഫ് ഒന്നും ഇല്ല. നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഒരു ന്യൂസിൽ നിന്നാണ്, ഒരു വാർത്തയിൽ നിന്നാണ് ഈ കഥ വളരെ വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ. അതിനുശേഷം ഇന്നും അതുപോലെ കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ. അതിനുശേഷം സിനിമ ഷൂട്ട് നടക്കുമ്പോഴൊക്കെ അല്ലെ പല ആളുകളും നമ്മുടെ സെറ്റിൽ ഒരാളുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിലുണ്ടായിരുന്ന ചേട്ടൻ അല്ല, നമ്മുടെ പ്രൊമോഷൻ പറ്റിയിട്ടായിരുന്നു. പുള്ളിക്കാരൻ പിന്നെ ഞങ്ങളുടെ ആദ്യ ഷൂട്ടും മൈസൂരിൽ നടന്നു. മൈസൂരിൽ നടന്ന സമയത്ത് പുള്ളിക്കാരൻ വന്നിട്ട് ചോദിച്ചാണ് ഇതൊരു വിവാഹ തട്ടിപ്പാണോ വിഷയം ചോദിച്ചു. അപ്പൊ പുള്ളി ഒരു അനുഭവം പറഞ്ഞു. പുള്ളിക്കാരനൊരു പെണ്ണ് പറ്റിച്ചു പോയ കഥകൾ പറഞ്ഞു. ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിഞ്ഞപ്പം ആ ലേഡിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത്. നമ്മുടെ ആ ലേഡി തന്നെയായിരുന്നു. അന്ന് എനിക്ക് ഇവര് പറ്റിച്ച അല്ല രീതികളെ കുറിച്ചിട്ട് വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഒന്ന് ഭയങ്കര ഒരു രാഷ്ട്രീയ നേതാവൊക്കെ ആയിട്ടാണ് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി പറ്റിച്ചത്. നല്ല പഠിച്ചിട്ടാണ് ഒരാളെ പറ്റിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വന്ന അതൊക്കെ പിന്നെ ശേഷം ഉണ്ടായ കഥകളാണ്. ഇത് 2007 കാലഘട്ടങ്ങളിലൊക്കെ കുറെ വാർത്ത നമ്മുടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തൊക്കെയാ മതി. വിവാഹ തട്ടിപ്പ് തട്ടി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ. വിവാഹ തട്ടിപ്പ് കാര്യം മറ്റേ മെയിലിനെയാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. അല്ല, സെർച്ച് ചെയ്തൊക്കെയാണ്. രണ്ടുണ്ട്. നമ്മളത് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ആണുങ്ങളാണ് കൂടുതൽ ഇതായിട്ടുണ്ട്. പെണ്ണുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല സ്വർണത്തിന് വിലയും കൂടിയല്ലോ. സ്വർണത്തിന് വില കൂടി. രണ്ടാമത് ഈ കല്യാണം നടക്കാത്ത ആൺകുട്ടികളുണ്ടല്ലോ, 33 മുകളിലേക്കൊക്കെ പോയത്. ഫെബിന്റെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ 30+ ഇഷ്ടം പോലെ ഞങ്ങളുടെ നാട്ടിൽ കൊടകുന്ന കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് മലബാർ ഏരിയയിലെ കൊടക് കല്യാണം ആണുങ്ങൾക്ക് കിട്ടാത്തതിന്റെ ഒക്കെ പ്രശ്നം. എന്റെ കൂട്ടുകാർ അങ്ങനെ സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് കെട്ടാൻ തയ്യാറാവാന്ന് പറയുമ്പോ ഉണ്ടാവുന്നൊരു